കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. മാറ്റം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമാവരുത്. അത് മാത്രമല്ല, നമ്മളുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യ പൂർത്തീകരണത്തിനുള്ള മാറ്റം വരുമ്പോഴാണ് അത് പോസിറ്റീവായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മാറ്റമാവുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാവരുടെയും വീക്ഷണം ഒരേപോലെ ആവണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, തെക്കൻ തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തിൻ്റെ തെക്ക് വശത്ത് നാടാർ സമൂഹം ക്രൈസ്തവര് ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ട് പ്രവർത്തനമാണ് അവരെ മുഴുവനും കൺവെർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഉപയോഗിക്കാവുന്ന എല്ലാ നാറിയ പ്രവൃത്തികളും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നുണ്ട് നാടാർമാരെ കൺവെർട്ട് ചെയ്യാനായിട്ട്. അത് പ്രേമിപ്പിച്ച് ഹിന്ദു നാടാർമാരെ ക്രിസ്ത്യൻ നാടാർ സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രേമിപ്പിച്ച് വരെ കൺവെർഷൻ നടക്കുന്നുണ്ട്. ഹിന്ദു നാടാർമാരുടെ വീട്ടിൽ ഇടിച്ചു കയറി ചെന്ന് അവരുടെ ബന്ധുക്കളെ കൊണ്ട് കൺവെർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരേ വീട്ടിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് താമസിക്കുകയും ഒരു വർഷം കഴിയുമ്പോൾ ഹിന്ദുക്കളെ മുഴുവൻ കൺവെർട്ട് ചെയ്യുകയും ചെയ്യാം. ഈ ബന്ധുക്കളെ ഉപയോഗിച്ച് മറ്റുള്ളവരൊക്കെ കൺവെർട്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടി നാടാർമാരിലും ഉള്ളതുപോലെ വേറെ ആരിലും ഇല്ല. കന്യാകുമാരി ജില്ലയിലെ നാടാർമാരും തിരുവനന്തപുരം ജില്ലയിലെ തെക്കുവശത്തുള്ള നാടാർമാരെ മുഴുവനും കൺവെർട്ട് ചെയ്യുന്നത് ഈ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്നിട്ടാണ്. അങ്ങനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നാടാർമാരുടെ അഖില ഭാരത സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം വരെ ഈ നാടാർമാരുടെ സമ്മേളനം നടത്തുമ്പോൾ 10,000 വ്യക്തികൾ വരുമായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിലൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ആ നേതൃത്വത്തിൽ 10,000 നാടാർമാരാണ് വന്നിരുന്നത്. അദ്ദേഹം വലിയൊരു നേതാവായി നിലനിർത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ നാടാർമാരിൽ ധാരാളം പേര്, ഹിന്ദു പേരുള്ളവരാണ്, പിന്നെ ക്രിസ്ത്യൻ അച്ഛന്മാർ, അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് നാടാരുടെ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ ലോഹയിട്ട വ്യക്തികൾ എല്ലാവരോടും പ്രഖ്യാപിക്കും, നമ്മൾ നാടാർ ജനത ഒന്നാണ്, നമ്മൾ രണ്ടല്ല. നാടാർക്ക് ലഭ്യമാകുന്ന എല്ലാ റിസർവേഷനുകളും എല്ലാ ഗവൺമെന്റ് ഫെസിലിറ്റീസും വാങ്ങിക്കാൻ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൃത്യമായിട്ട് ഉപയോഗിച്ചത് ഈ അച്ഛന്മാരാണ്. കണ്ടാലും പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ കാർഗോടകന്മാരുടെ സ്വഭാവമുള്ള തനി വികൃതമായിട്ടുള്ള ആചാരങ്ങൾ ഇവരുടെ തലയിൽ കെട്ടിവെക്കുന്ന, റോഡ് സൈഡിൽ മുഴുവനും പ്രാർത്ഥനകളും സുവിശേഷവും നടത്തി മനുഷ്യനെ പറ്റിച്ച് ഹിന്ദുക്കളെ കാശ് കൊടുത്തും മറ്റും കൺവെർട്ട് ചെയ്യുന്ന ഈ അച്ഛന്മാര് വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഇരിക്കുന്ന സദസ്സിൽ തന്നെ പറയും, നിങ്ങളെല്ലാവരും ഒരു കൊടിക്കീഴിൽ വരണം, നാടാർ ജനത ഒന്നാണ്, എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളാവണം, എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് വേണം, നമ്മൾ രണ്ടായിട്ട് നിൽക്കണ്ട, നമ്മൾ ക്രിസ്ത്യൻ നാടാർ മാത്രമേ ഉള്ളൂ. നാടാർ എന്ന വാക്ക് ക്രിസ്ത്യൻ നാടാറിനാണ്, ഹിന്ദു നാടാറില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും സകല ഫ്ലക്സുകളിലും വിഷ്ണുപുരം ചന്ദ്രശേഖരനും 3-4 അച്ഛന്മാരും സൂസവാക്യം ഉൾപ്പെടെ കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെ ഉള്ളവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരുന്നു നാടാർ സഖ്യവും നാടാർ മഹാജന സഖ്യവും അവരുടെ ഏക കൊടിക്കീഴിലുള്ള ഒത്തുചേരലും എല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോ വിഷ്ണുപുരം ചന്ദ്രശേഖരന് മനസ്സിലായി, അയാളെ യേശുവും ബൈബിളിനെയും തൂക്കി വിൽക്കുന്ന മാതിരി ഇയാളുടെ നേതൃത്വത്തെ തൂക്കി വിറ്റ് ഹിന്ദു നാടാർമാരെ മുഴുവനും ക്രിസ്ത്യൻ നാടാർമാരാക്കുകയാണ് എന്ന് മനസ്സിലായതോടുകൂടി സ്വാർത്ഥത വെടിഞ്ഞ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നല്ല രീതിയിൽ ഹിന്ദു നാടാർമാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് കുറേ അധികം അവരുടെ ബന്ധുക്കളെ മറ്റു മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇപ്പം മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഫ്ലക്സുകളിലൊന്നും ഈ രുദ്രാക്ഷമാലയും കുരിശുവിട്ട ലോഹയിട്ടോണ്ടിരിക്കുന്നവരെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത മാറി ഹൈന്ദവ പൈതൃക രാഷ്ട്രീയ ദേശീയ നേതൃത്വത്തിലേക്ക് ഗംഭീരമായിട്ട് വരികയും ഇലക്ഷൻ പ്രവർത്തനത്തിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ മോശമാണെന്നോ അല്ലെങ്കിൽ അച്ഛന്മാർ മോശമാണെന്നോ ഉള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരുടെയൊക്കെ ഗൂഢ ഉദ്ദേശം ഈ ചതിയും വഞ്ചനയും പറ്റിക്കലും ഹിന്ദുവിനെ നേതാവാക്കിയിട്ട് അവനെ വേണ്ട സഹായങ്ങളും എല്ലാം കൊടുത്ത്
അവരുടെ കാര്യം നേടുന്നത് വരെ ഇവനെ ഉയർത്തി വെക്കുക, എന്നിട്ട് അവനെ താഴെ ഇടുക, എന്നിട്ട് ഇവരുടെ ആൾക്കാർ കയറുക. അങ്ങനെയാണ് ഓരോന്നും അവർ ചെയ്യുന്നത്. അവർ ഇനിയൊരു 1000 വർഷം കഴിഞ്ഞാലും 10,000 വർഷം കഴിഞ്ഞാലും ക്രിസ്ത്യാനികൾ മാറില്ല. 2000 വർഷമായിട്ടും ഇതുമാതിരി കച്ചവട മനോഭാവം മാത്രമുള്ള ഒരു രീതിയിലാണ് അവർ ആരുമായിട്ടും ബന്ധപ്പെടുക. അതിനു മുമ്പിൽ യേശുക്രിസ്തുവിനെയും ബൈബിളും യഹോവയും കുരിശും എല്ലാം അവർ വെക്കും. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരന് അത് തിരിച്ചറിയാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തെ ഇലക്ഷൻ വർക്കിലും വളരെയധികം ശോഭിക്കുമെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടു. നല്ല രീതിയിൽ ഹൈന്ദവ കാര്യങ്ങളിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വരുന്നു. അദ്ദേഹത്തിന് ഇനിയും 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 നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.